അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് തൻ്റെ സൃഷ്ടികളിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്ന യാതൊരു വ്യത്യാസങ്ങളുമില്ല. തീർച്ചയായും അല്ലാഹു തആല നോക്കുന്നത് മനുഷ്യ ഹൃദയത്തിലേക്ക് മാത്രമാണ്. ഇന്നത്തെ വിശുദ്ധിയുടെ പാതയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധിയുടെ പാതയിൽ പതിവ് പോലെ ആദരണീയനായ ഉസ്താദ് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്നേഹപൂർവ്വം ആദ്യം തന്നെ ഉസ്താദിനെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരിട്ട് കത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധിയുടെ പാത എന്ന ജയ്ഹിന്ദ് ടിവിയിലെ ഗഹനമായ ചർച്ച വേറിട്ട് നിൽക്കുന്നു. കാലികവും ബൗദ്ധികവുമായ വിഷയങ്ങളാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. പ്രൊഡ്യൂസറിനും സംശയ നിവാരണം നടത്തുന്ന ഉസ്താദിനും അഭിനന്ദനങ്ങൾക്ക് തിരിച്ചും നന്ദി അറിയിക്കുന്നു. മനുഷ്യൻ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ, ജയപരാജയങ്ങൾ ഇവയെപ്പറ്റിയുള്ള ചർച്ച ഹൃദ്യമായി. അഴിക്കും തോറും കുരുക്കുകൾ മുറുകുന്നത് പോലെയാണ് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും തോന്നിയിട്ടുള്ളത്. അവരുടെ സംശയം ഇതാണ്: വിശ്വാസികൾക്കെന്നും ദാരിദ്ര്യം, കഷ്ടപ്പാട്, ധനനഷ്ടം, വിഭവനഷ്ടം, മനോവിഷമം, വേർപാട് എന്നിവയാണല്ലോ ഇസ്ലാമിക പരാമർശം. അവിശ്വാസികൾക്കാകട്ടെ നേരെ മറിച്ചും. ഇത് അനീതിയല്ലേ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ദൈവം നീതിമാനാണെങ്കിൽ നേരെ മറിച്ചല്ലേ സംഭവിക്കേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ അവിശ്വാസികൾ എന്നും അവിശ്വാസികളും വിശ്വാസികൾ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഓടി അകലുകയും ചെയ്യുന്ന അവസ്ഥയല്ലേ സംജാതമായി തീരുന്നത്? സുവ്യക്തമായ ഒരു വിശദീകരണം ഉസ്താദിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കത്ത് അയച്ചിരിക്കുന്നത് ബഷീർ, ഷമീർ തുടങ്ങിയ കുറേ സഹോദരന്മാരാണ് അയച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പറളിയിൽ നിന്നുമാണ് ഇവർ ഈ കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാരും മറ്റ് വിശുദ്ധിയുടെ പാതയുടെ എല്ലാ പ്രേക്ഷകരും ഈ എപ്പിസോഡ് കാണുന്നുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മറുപടിയിലേക്ക് നമുക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഈ ചോദ്യം അയച്ചിരിക്കുന്ന സഹോദരന്മാർ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡിലൂടെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചും ജീവിതത്തിലുണ്ടാകുന്ന ജയപരാജയങ്ങളെക്കുറിച്ചും ഒരു ചർച്ച, ഒരു ചോദ്യോത്തരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പം അതിലുണ്ടായ സംശയമായിരിക്കാം ഇങ്ങനെയുള്ള ഒരു വഴിത്തിരിവിലേക്ക് ഈ ചോദ്യത്തെ കൊണ്ടുപോയി എത്തിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കും. ആദ്യം തന്നെ ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളോടുമുള്ള വിയോജിപ്പ് അറിയിക്കും. വിയോജിക്കാതെ നിർവാഹമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ലോകത്ത് വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാം ജീവിക്കുന്ന ലോകമാണ്. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പേരിൽ ഒരു ഒരു അനീതി അല്ലെങ്കിൽ ഏതെങ്കിലും കൊടുക്കുന്ന കാര്യങ്ങളിലുള്ള ഒരു ഏറ്റപ്പറ്റലോ കുറച്ചിലുകളോ ഉണ്ടാകേണ്ട ആവശ്യമില്ല. തീർച്ചയായും അതിൽ അള്ളാഹു തികച്ചും നീതിമാൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും നമുക്കാർക്കും ഉണ്ടാകേണ്ട ആവശ്യമില്ല. തന്നെയുമല്ല, ഈ പറഞ്ഞ പട്ടിണി ആയിരുന്നാലും ദാരിദ്ര്യമായിരുന്നാലും കഷ്ടപ്പാടായിരുന്നാലും വിഭവനഷ്ടമായിരുന്നാലും ജീവനഷ്ടമായിരുന്നാലും വിരഹവേദനയായിരുന്നാലും ഏതായിരുന്നാലും ശരി, അത് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഭേദഗതികളില്ലാതെ, വ്യത്യാസങ്ങളില്ലാതെ, വൈജാത്യങ്ങളില്ലാതെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. അതുമല്ല, വിശ്വാസികൾക്കെല്ലാം എക്കാലത്തും കഷ്ടപ്പാടും പ്രയാസങ്ങളും വിഷമങ്ങളും ആയിരിക്കുമെന്നോ അവിശ്വാസികൾക്കെല്ലാം എന്നും സുഖവും സന്തോഷവും ആഹ്ലാദവും മാത്രമായിരിക്കുമെന്നോ പരിശുദ്ധ ഖുർആൻ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, ഇതാണല്ലോ അടിസ്ഥാന പ്രമാണങ്ങൾ. ഇതിലൊന്നും അങ്ങനെയുള്ള ഒരു പരാമർശമേ നമുക്ക് കാണാൻ കഴിയില്ല. തന്നെയുമല്ല, അള്ളാഹുവിൻ്റെ നീതിയുടെയും ആ നീതിയുടെ അങ്ങേയറ്റത്തെക്കുറിച്ചും ഏത് നിഷ്പക്ഷ ബുദ്ധിയായ മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന നിലയിലുള്ള അനുഗ്രഹങ്ങളാണ് എല്ലാവർക്കും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും വേദനകളും എല്ലാ മനുഷ്യൻ്റെയും കൂടപ്പിറപ്പാണ്. ദാരിദ്ര്യമില്ലെങ്കിൽ സമ്പന്നത എന്താണെന്ന് അറിയില്ല. രോഗാവസ്ഥയില്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാവില്ല. അതുപോലെ തന്നെ നഷ്ടങ്ങളില്ലെങ്കിൽ നേട്ടങ്ങളുടെ വില മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നൊന്നിനായിട്ട് ഇങ്ങനെ ഉണ്ടാകണം. ഏതുപോലെ രാവുണ്ടെങ്കിൽ പകല് പോലെ, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുപോലെ, കയറ്റമുണ്ടെങ്കിൽ ഇറക്കം പോലെ ജീവിതത്തിൽ ഇത് രണ്ടും ഇങ്ങനെ പോകണം എന്നുള്ളതാണ് ഒരു വളരെ തെളിഞ്ഞ ബുദ്ധിയോടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ പല ഈ രൂപത്തിൽ ഇപ്പം ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ വിശ്വാസി എന്നോ അവിശ്വാസി എന്നോ വേർതിരിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ അൽ ബഖറയിലെ 155, 156, 157 വചനങ്ങളാണ് അത് പരാമർശിച്ചിട്ടുള്ളത്. 155-ാമത്തെ വചനം വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറച്ചൊക്കെ ഭയം, വിശപ്പ്, പിന്നെ ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ പ്രയോഗിച്ച നിങ്ങളെ എന്നുള്ള പ്രയോഗം മുഴുവൻ മനുഷ്യരിലോടുമാണ് ഖുർആൻ്റെ സംവാദനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ആ നിലയിൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ആർക്കുണ്ടായാലും ശരി, ആ സന്ദർഭത്തിൽ അത് സഹിക്കുകയും ക്ഷമിക്കുകയും തരണം ചെയ്യുകയും ചെയ്യുന്നവരാരോ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞ്. അല്ലാതെ അവിടെ വിശ്വാസി അവിശ്വാസി എന്നുള്ള ഒരു പരാമർശം തന്നെ കാണാൻ കഴിയുന്നില്ല പരിശുദ്ധ ഖുർആനിൽ. തന്നെയുമല്ല, ഇങ്ങനെ പരീക്ഷിക്കുമെന്ന് വ്യക്തമാക്കിയ ഖുർആനിൽ തന്നെ വിശ്വാസികൾക്ക് ഈ ലോകത്ത് നൽകുന്ന വിജയത്തെയും അനുഗ്രഹത്തെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ കാണാതിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അത് ഒരു വിഭാഗീയമായ ഒരു ചിന്തയിലേക്കും കാര്യങ്ങളിലേക്കും കൊണ്ടുപോയി കൂട്ടുന്ന ഒരു പരാമർശമാണത്. അത് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വിശദീകരിക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാ, നല്ല കാര്യം. പക്ഷേ നമ്മളൊരിക്കലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ കുറിച്ച് നമ്മിൽ ഉണ്ടായിക്കൂടാ. അവൻ നീതിമാനാണ്. അവൻ നീതിമാനല്ലെങ്കിൽ പിന്നെ ആരാ ഇവിടെ നീതിമാനായിട്ട് വേറെ ഉണ്ടാകുക എന്ന് നമ്മൾ കാണിച്ചു തരേണ്ടതാണ്. അപ്പം ഏതായിരുന്നാലും അപ്പം ഒരു ഭാഗത്ത് പരീക്ഷണങ്ങളും യാതനകളും വേദനകളും എല്ലാ സമൂഹത്തിലെ ആൾക്കാരെയും ബാധിക്കുമ്പോൾ തന്നെ, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബാധിക്കുമ്പോൾ തന്നെ നല്ല നല്ല അവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ ജാതിയില്ല, മതവുമില്ല, വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഉള്ള ഭേദഗതിയില്ല, മാറ്റമില്ല, എല്ലാവർക്കും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം വിശ്വാസികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഊന്നിക്കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ പരാമർശമേ ശരിയല്ല. മറ്റൊന്ന്, വിശ്വാസികളായ ആളുകൾക്ക് പരീക്ഷണങ്ങൾ മാത്രമല്ല വിജയങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞതും ഖുർആൻ തന്നെയാണ്. 24-ാം അധ്യായമായ അന്നൂർ അതിലെ 55-ാമത്തെ വചനം, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു കരാറ് ചെയ്തിരിക്കുന്നു, വാഗ്ദാനം ചെയ്യുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. ഇത് അനുഗ്രഹമാണ്, ഇത് സന്തോഷകരമായ കാര്യമാണ്. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിജയത്തിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാലഹും, അവർക്ക് അവൻ തൃപ്തിപ്പെട്ട മതത്തെ എന്നുള്ള സർവ്വ സൗകര്യങ്ങളും സ്വാധീനങ്ങളും അവനുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനൻ, ഭയത്തിന് ശേഷം നിർഭയത്വം പകരമായി നൽകും. യഅ്ബുദൂനനി, അവർ എന്നെ ആയിരിക്കും അവർ ആരാധിക്കുക. ലാ യുശ്രികൂന ബി ഷൈഅ, എന്നോട് അവർ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. വമൻ കഫറ ബഅദ ദാലിക, അതിനുശേഷം ആരെങ്കിലും അവിശ്വസിക്കുകയാണെങ്കിൽ ഫൗലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ധിക്കാരികൾ. ഇതാണ് ഈ വചനത്തിൻ്റെ സാരം. ഇവിടെ വിജയങ്ങളെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും നല്ല അവസരങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ചും പുരോഗതി ഉണ്ടാകുന്നതിനെക്കുറിച്ചും കഷ്ടപ്പാടുകളില്ലാത്ത അവസ്ഥയെക്കുറിച്ചുമാണ് ഈ വചനം പറയുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്കെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ സംഗതി നേരെ തിരിച്ചല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാവർക്കും ബാധകമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ആരിലെങ്കിലും പരിമിതപ്പെടുത്തി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ വിഭാഗമായി സൃഷ്ടിച്ചുകൊണ്ട് ഇത് ഇന്നത്, അവർക്ക് എല്ലാ സുഖങ്ങളും ഇരിക്കട്ടെ, ഇവരിന്നത്, ഇവർക്കൊരു സുഖവും വേണ്ട എന്നൊരു തീരുമാനം ഒരിക്കലും നീതിമാനായ സൃഷ്ടാവിൽ നിന്ന് ഉണ്ടാവില്ല. അത് തന്നെയാണ് അവന് ഏറ്റവും വലിയ നീതിമാൻ എന്നുള്ളതിൻ്റെ വലിയ തെളിവ്. For the family, for the nation. മഹാനായ നോഹ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യ സമൂഹത്തിലേക്ക് ആദ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ തൻ്റെ പ്രബോധിത സമൂഹത്തിൻ്റെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരിൽ നിന്നുണ്ടായ എതിർപ്പുകൾ വളരെ വലുതാണ്. ഏതാണ്ട് 950 വർഷക്കാലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാവും പകലും ഇടതടവില്ലാതെ ഉറക്കമൊഴിച്ച് പണിയെടുത്തിട്ടുണ്ട്. ആ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നാണ് ആ പറയുന്നത്. അപ്പോൾ അവിടെ വിശ്വാസികളെ വേർതിരിച്ച് നിർത്തിയ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതേസമയം അവിശ്വാസികൾക്ക് തകർച്ചയാണ് എന്നുള്ള നിലയിലും അല്ല പരാമർശം. ഇവിടെ മനുഷ്യനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ആ നിലയിൽ മനുഷ്യർക്ക് ദൈവികമായി ഉണ്ടാകുന്ന കാരുണ്യവും അനുഗ്രഹവും അവൻ ചൊരിഞ്ഞു കൊടുക്കുന്നതാ. അത് ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. പരീക്ഷണങ്ങളും അവൻ നൽകുന്നതാ. അതും തടഞ്ഞു നിർത്താൻ കഴിയില്ല. പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി നന്ദിയുള്ളവനായി മാറുക, അതുപോലെ ജീവിതത്തിൽ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന സന്ദർഭത്തിൽ സഹനതയോടെ ക്ഷമയോടെ തരണം ചെയ്യാൻ ശീലിക്കുക. ഇവരാണ് വിജയത്തിൻ്റെ മാർഗത്തിൽ എത്തിച്ചേരുക. ഇതാണ് ഖുർആൻ്റെ കാഴ്ചപ്പാട്. ഇതിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയില്ല. തന്നെയുമില്ല, അങ്ങനെയുള്ളവരെ അത്ഭുതത്തോടു കൂടി പരാമർശിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് 71-ാം അധ്യായമായ നൂഹിലെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. അതിങ്ങനെയാണ്: വ ഖുൽതു, ഞാൻ പറഞ്ഞു. നൂഹ് നബി പറഞ്ഞ കാര്യം ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ എല്ലാ തെറ്റുകളിൽ നിന്നും ഖേദിച്ചു മടങ്ങി നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. കാരണം ഇന്നഹു കാന വഫാറ, അവൻ ഒരുപാട് പാപം പൊറുക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, എന്ന് വെച്ചാൽ ഒരു ശരിയായ വിശ്വാസത്തിലും ആദർശത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മനുഷ്യ സഹജമായി വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും നാഥനായ പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ പരമകാരുണികനായ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ തെറ്റുകളിൽ നിന്ന് മോചിതരായി മാറിയാൽ എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് നിൽക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ സാരം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് നിന്ന് ധാരധാരയായി സമൃദ്ധമായി നിങ്ങൾക്ക് മഴ അവൻ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും, നിങ്ങളെ അവൻ പോഷിപ്പിക്കും ബി അംവാലിം വ ബനീന, സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് ധാരാളം തോട്ടങ്ങളും ഒരുപാട് അരുവികളും അവൻ നിങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്യും. ഇത് മനുഷ്യന് ഭൗതിക ജീവിതത്തിൽ ഈ ലോകത്ത് വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ഫലമായി ലഭിക്കും എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഭാഗമാണ്. ഇവിടെ വിശ്വാസികളെ വേർതിരിച്ച് കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും കൊണ്ടുപോവുകയും അവിശ്വാസികൾക്കെല്ലാം ഇങ്ങനെ ചൊരിഞ്ഞു, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഓരോ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇവിടെ സസ്യലതാദികൾ മുളപ്പിക്കുന്നത്, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്. അതിന് അള്ളാഹു നൽകിയ മറുപടിയും പറയുന്നത് കാണാം. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, നിന്നിൽ വിശ്വസിച്ച ആളുകൾക്ക് നീ ഭൗതികമായ സൗകര്യങ്ങളും സൗഖ്യങ്ങളും ഒക്കെ നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ നീതിമാനായ അള്ളാഹുവിൻ്റെ മറുപടി എന്താണെന്നറിയോ? അങ്ങനെ നിർത്താനുള്ളതല്ല. വമൻ കഫറ, അവിശ്വസിച്ചവർക്കും ഇതിൻ്റെ ഓഹരി ഉണ്ട് എന്നാണ് പറഞ്ഞു. ദൈവം നീതിമാൻ തന്നെയാണ്, അള്ളാഹു നീതിമാൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി ഒരു വിഭാഗത്തെ വിഷമിപ്പിക്കുകയും മറ്റൊരു വിഭാഗത്തെ ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നമുക്കുണ്ടായി കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് മനുഷ്യനോടുള്ള ദേഷ്യത്തിൻ്റെ ഭാഗമായി ഒരിക്കലും നമ്മൾ കാണരുത്. അതുപോലെ തന്നെ സൗഖ്യമുണ്ടായാലോ അത് അള്ളാഹുവിൻ്റെ താല്പര്യത്തിൻ്റെ പേരിലാണെന്നും വിചാരിക്കരുത്.
അതൊക്കെ അവൻ്റെ കാരുണ്യമാണ്. അത് ആർക്ക് ലഭിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. അതനുസരിച്ച് അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നും കഷ്ടപ്പാട് തന്നെ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല, അത് മാറും. അതേപോലെ എന്നും സമ്പന്നതയും സമ്പൽ സമൃദ്ധിയും എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല, അത് തിരിഞ്ഞും വരും. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് എങ്കിൽ ഈ പറയുന്ന ഈ സംശയത്തിന് യാതൊരു അടിത്തറയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചോദ്യകർത്താക്കളുടെ ഈ പരാമർശം, അതിനു മുമ്പ് മറ്റു പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും വിജയങ്ങളും എത്ര വലുതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവർക്കൊക്കെ അള്ളാഹു നൽകിയ ഭൗതികമായ സൗകര്യങ്ങൾ, പ്രവാചകത്വത്തോടൊപ്പം രാജാധികാരവും നൽകപ്പെട്ടവരാണ് ഇവരെല്ലാവരും. സുലൈമാൻ നബിക്കാണെങ്കിൽ മറ്റാർക്കുമില്ലാത്ത അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. പക്ഷികളുടെ ആശയവിനിമയം മനസ്സിലാക്കാനുള്ള കഴിവ്, ഉറുമ്പിൻ്റെ ആശയവിനിമയം പോലും മനസ്സിലാക്കാനുള്ള കഴിവ്. എന്നിട്ട് അതിൻ്റെ പേരിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തല കുമ്പിടുന്നത്, വിനയത്തോടു കൂടി തല കുനിക്കുന്നത്, ഇതൊക്കെ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരന്മാരുടെ അസൂയ നിമിത്തം പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ നിന്ന് ആരോ എടുത്ത് രക്ഷപ്പെടുത്തി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് വാങ്ങിയതൊരു രാജകുടുംബത്തിലേക്ക് പോയി അവിടെ നിന്ന് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടക്കപ്പെട്ട് പിന്നീട് ആ നാട്ടിലെ ഭരണാധികാരിയായി മാറി. അപ്പം ഇതൊക്കെ ചരിത്രം ഖുർആനും നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് കണ്ടില്ലെന്ന് അടിച്ചിട്ട് കാര്യമില്ല. അപ്പം തന്നെയുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യർക്ക് അള്ളാഹു ദാരിദ്ര്യമോ കഷ്ടപ്പാടോ വിഷമമോ വേദനയോ വിരഹമോ ഇതൊക്കെ സംഭവിക്കാതിരുന്നാൽ ഭൂമിയിൽ നന്മയും നീതിയും പുലരും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീർ കുടിച്ച്, എന്താണ് ദാരിദ്ര്യം എന്ന് മനസ്സിലാക്കി കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും മാത്രം അനുഭവിച്ച് വലിയ ഉന്നതമായ പദവികളിലേക്കും സമ്പന്നതയിലേക്കും ഉത്തുംഗതയിലേക്കും എത്തിയ ആൾക്കാരെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പന്നതയുടെ മണിമേടയിൽ പിറന്നു വീണ് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീഴുന്ന ആളുകൾ, സമ്പന്നതയുടെ അങ്ങേയറ്റം കൊണ്ട് അങ്ങനെ ജനിച്ചു വീഴുന്ന ആളുകൾ വളർന്ന് ധാരാളികളും ധൂർത്തന്മാരും പൊങ്ങച്ചക്കാരും അധാർമിക പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നവരുമായി തീർന്നിട്ട് അപ്പോടെ തകർന്നു പോയ എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിനൊക്കെ അള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെയ്യേണ്ടത് എന്താണ്? മനുഷ്യൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നുകിൽ അവൻ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുക. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കഷ്ടപ്പാടായിരുന്നാലും പരീക്ഷണങ്ങളായിരുന്നാലും യാതനകളായിരുന്നാലും വേദനകളായിരുന്നാലും. ഇപ്പം നമ്മുടെയൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ സമ്പത്തുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് കേന്ദ്രങ്ങളിൽ പോയി വീഴുന്ന ആളുകളുണ്ട്. അവസാനം 5 പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട് കേസുകൾ അന്വേഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, തട്ടിപ്പിൻ്റെയും ഈ വെട്ടിപ്പിൻ്റെയൊക്കെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അള്ളാൻ്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് വിശ്വാസികളെ അങ്ങനെയാക്കി അവിശ്വാസികളെ എങ്ങനെ പൊക്കി നിർത്തി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. Family for the nation. സൗന്ദര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിനയായി തീർന്നവർ സമൂഹത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. തന്നെയുമല്ല വൈരൂപ്യമായിരുന്നാലും വൈകല്യമായിരുന്നാലും അത് ജീവിതത്തിൽ ഗുണപ്രദമായി തീർന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് പലതും. അതുപോലെ കരുത്തുറ്റ ആരോഗ്യമുള്ള നല്ല തണ്ടും തടിയുമുള്ള ശരീരം അത് അക്രമത്തിനും അരാജകത്വത്തിനും വിനിയോഗിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഈ രൂപത്തിൽ കാര്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കാതെ അള്ളാഹുവിൻ്റെ മേൽ സൃഷ്ടാവിൻ്റെ മേലിൽ ഈ കാര്യങ്ങൾ കെട്ടിവെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നീതിമാനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങും നമ്മളെല്ലാവരുമാണ്. കാരണം ഇച്ഛാസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അഥവാ എങ്ങനെ പോകണം എന്ന് വ്യക്തമാക്കി തന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്താണ്? ഇതാണ് ശരി, ഇത് തെറ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യം കനിഞ്ഞു നൽകി എന്നിട്ട് അവൻ്റെ നിർദ്ദേശങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തി ജീവിക്കുന്ന ആളുകളോട് ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാതെ എല്ലാം ചൊരിഞ്ഞു കൊടുക്കുന്ന അവസ്ഥ അവനിൽ കാണാം.
അതേപോലെ തന്നെ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരിലും ഉത്തമമായ അവസ്ഥയിലേക്ക് എത്തുന്നവരെയും കാണാം, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരെയും കാണാം. ഇത് വിശ്വാസികളിലുമുണ്ട്, അവിശ്വാസികളിലും. അപ്പം ചിന്തിക്കേണ്ടത് ആ രൂപത്തിലാണ് കാര്യത്തെ നാം വിലയിരുത്തേണ്ടത്. മറ്റൊന്ന് നാം ഇവിടെ ഏറ്റവും അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോടിക്കണക്കിന് ആളുകൾ വേണ്ട പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ദൈവനിഷേധികളായി മാറിയാലും അള്ളാഹുവിനെ ചോദ്യം ചെയ്ത് ജീവിച്ചാലും അള്ളാഹുവിന് യാതൊന്നും നഷ്ടപ്പെടാനില്ല. സൃഷ്ടാവാൻ അവൻ ശക്തനാണ്, പരമകാരുണികനാണ്, കരുണാവാരിധിയാണ്. അതേപോലെ ഇനി വിശ്വാസികൾ എല്ലാവരും അങ്ങോട്ട് വിശ്വാസികളായി, വിശ്വാസികളുടെ സംഖ്യ അങ്ങോട്ട് വർദ്ധിച്ചെന്ന് വിചാരിച്ചാൽ, അങ്ങനെ വർദ്ധിച്ചാലോ അത് നിമിത്തം അള്ളാഹുവിൻ്റെ ശക്തിക്ക് എന്തെങ്കിലും വർധനവുണ്ടാകാൻ പോകുന്നുണ്ടോ? അവൻ എപ്പോഴും ശക്തിയുള്ളവൻ തന്നെയാണ്. അപ്പം ഈ രൂപത്തിൽ ഇനി ആരൊക്കെ അകന്നു മാറി, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ സ്ഥിതി മുമ്പോട്ട് പോയാൽ ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗമുള്ളത് ഇതാണ് അവസ്ഥയെങ്കിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കെന്നും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും എന്ന് പറയുക. ഇപ്പം അള്ളാഹുവിൻ്റെ സഹായവും വിജയവും അനുഗ്രഹങ്ങളും കിട്ടിയ പ്രവാചകന്മാരെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അത് ചരിത്രം പരത്തി പറയാൻ നേരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന അന്ത്യപ്രവാചകന് നൽകിയ, അനുയായികൾക്ക് നൽകിയ സഹായം മാത്രം, ബദർ യുദ്ധത്തിൽ നൽകിയ സഹായവും വിജയവും മാത്രം മതി അള്ളാഹു എങ്ങനെയാണ് സഹായിക്കുക എന്ന് മനസ്സിലാക്കുന്നതിന്, അവൻ്റെ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ചൊരിച്ചു തരിക എന്ന്, വിജയം എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. പ്രവാചകൻ്റെ ജീവിതത്തിൽ, മറ്റു പ്രവാചകന്മാരുടെ ജീവിതത്തിൽ മറ്റു പല രംഗങ്ങളും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഈ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിശ്വാസികൾ എന്നും അവിശ്വാസികളും, പറഞ്ഞല്ലോ ഇതിൻ്റെ അവസാന ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത്, അവിശ്വാസികൾ എന്നും അവിശ്വാസികളും, വിശ്വാസമുണ്ടെന്ന് പറയുന്നവർ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇങ്ങനെ വരുന്നത് കൊണ്ട് മെല്ലെ ഇതിൽ നിന്ന് അകന്നങ്ങോട്ട് പോവുകയും ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഭവിച്ചാലും ശരി, ഇവിടെ ഒന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൻ എല്ലാം നിരീക്ഷിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും പൂർണ്ണമായും നീതിമാനായി കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സൃഷ്ടാവാണ് അവൻ. ആ നിലയിൽ ആ അള്ളാഹുവിന് പകരം വെക്കാനൊരു നീതിമാൻ വേറെ എവിടെയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ അനുഗ്രഹങ്ങളെ ഒരിക്കലും അള്ളാഹുവിൻ്റെ താല്പര്യമായിട്ടോ ഇഷ്ടമായിട്ടോ കാണാതിരിക്കുക. പരീക്ഷണങ്ങളെ അള്ളാഹുവിൻ്റെ വെറുപ്പോ വിദ്വേഷമോ ആയി കാണാതിരിക്കുക. ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതിലും മതത്തിൻ്റെ അതിർവരമ്പുകൾ കാണാതിരിക്കുക. അത് മുഴുവൻ മനുഷ്യനാണോ അനുഭവിച്ചേ തീരൂ. തീർച്ചയായും മനുഷ്യനാണോ രണ്ടും അവൻ അനുഭവിച്ചേ തീരൂ. കുറച്ചൊക്കെ ചിരിക്കണം, കുറച്ചൊക്കെ കരയണം. ഇല്ലെങ്കിൽ മനുഷ്യൻ എന്നും ചിരിച്ച് ആഹ്ലാദിച്ചു പോകുന്ന അവസ്ഥ വന്നാലോ അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ എല്ലാം മറക്കും. അതേസമയം എന്നും കരഞ്ഞു പോകുന്ന അവസ്ഥയായാലോ അവനൊന്നിനും കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇത് രണ്ടും ആവശ്യമാണ്. ഇരുട്ടും വെളിച്ചവും പോലെ, രാവും പകലും പോലെ, സുഖവും ദുഃഖവും ജീവിതത്തിൽ ആവശ്യമാണ്. അവിടെ അതിർവരമ്പുകളില്ല. അള്ളാഹു തികച്ചും നീതിമാനാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുമില്ല എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്കൊരല്പം വിശദീകരണം നൽകാനുള്ളത്. സഹോദരങ്ങൾ, ഈ വിശദീകരണം നേരത്തെ കേട്ട പരീക്ഷണങ്ങളെ സംബന്ധിച്ചൊക്കെ കേട്ട എപ്പിസോഡിൽ നിന്ന് കേട്ടതുപോലെ തന്നെ അതിനോടനുബന്ധമായി ഇതും കൂടി മനസ്സിലാക്കി ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കുക. അവൻ്റെ കാരുണ്യത്തിൻ്റെ അളവ് എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. കൂടുതൽ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് സൃഷ്ടാവിലേക്ക് മടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവൻ്റെ നീതിയുടെ മുന്നിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ച് മനസ്സിലാക്കി സത്യമായി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ സഹോദരങ്ങളുടെ സംശയത്തിന് ഒരല്പം ശമനമുണ്ടായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരിലുണ്ടാകുന്ന ഗുണവും ദോഷവും, നന്മയും തിന്മയും, സന്തോഷവും സന്താപവും 100% അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണെന്ന് ഉറച്ചു വിശ്വസിക്കൽ നാം ഓരോരുത്തരുടെയും കടമയാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വിശുദ്ധിയുടെ പാത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.